നമസ്കാരം, റാഫി മാഷാണ്. ഞാനിന്ന് ഈ വീഡിയോയിലേ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഇത് പലർക്കും ഉണ്ടാവുന്നൊരു അനുഭവമായിരിക്കാം, പക്ഷേ നമ്മളൊക്കെ സത്യത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ഞാനിന്ന് രാവിലെ തിരുപ്പൂർ പോണ സമയത്ത് പാലക്കാട് നമ്മളെ കോയമ്പത്തൂർ ബൈപ്പാസിലൊരു ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഹോട്ടലിനൊക്കെ നമ്മളങ്ങനെ ഒരു നെഗറ്റീവ് വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ എത്രത്തിൽ ബാധിക്കും നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് ഞാൻ പറയാതെയാണ് കാര്യം മെൻഷൻ ചെയ്യുന്നത്. ഞാൻ രാവിലെ അവിടെ ഞാനും മോളും കൂടെ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറി. സാധാരണ ഞങ്ങൾ വെജാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതിഥിന്നോ അല്ലെങ്കിൽ ശരണ ഭവനെന്നോ അല്ലെങ്കിൽ സന്തോഷ് ഹോട്ടലിൽ നിന്നോ ഒക്കെയാണ് കഴിക്കാറുള്ളത്. പിന്നെ അവൾ പറഞ്ഞു നമുക്കിന്ന് മീനും പൊറോട്ടയും കഴിക്കാറുണ്ട്. പിന്നെ മനസ്സിലാദ്യം വന്ന ഓപ്ഷൻ ആ ഭാഗം പോവുകയാണെങ്കിൽ അത് മലബാറാണ്, കഞ്ചിക്കോടിലെ മലബാറിന് കഴിക്കില്ല. പക്ഷെ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ഈ ബൈപ്പാസ് അതിൻ്റെ NH വർക്ക്, ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ പിന്നെ മലബാർക്ക് പോകണമെങ്കിൽ കുറേ ഇങ്ങി തിരിഞ്ഞ് വരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, എന്നാൽ അത് വേണ്ടാന്നിട്ട് നേരെ പാലക്കാട് കഴിഞ്ഞ് ഇങ്ങനെ ബൈപ്പാസ് കയറിക്കുന്ന ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തി. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു, പല ഐറ്റം പറഞ്ഞു. പൊറാട്ടയുണ്ട്, പിന്നെ മീൻകറി ഉണ്ട്. പൊറാട്ട മീൻകറി ഓർഡർ ചെയ്തു. അപ്പോൾ 2 പൊറാട്ട വന്നത്, ആ 4 പൊറാട്ട കൊടുക്കുന്നത്, ആ പൊറാട്ട ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വീഴുക. സാധാരണ പൊറാട്ട നമുക്കറിയാം, നല്ല അടിച്ച പൊറാട്ട ആണെങ്കിൽ നൂല് പോലെ ഇങ്ങനെ വരിക ചെയ്യുക. ഇതല്ല, ഇത് പൊടിഞ്ഞ് പീസാവുക. അപ്പോൾ ഞാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കി. കഴിച്ചപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ മോള് ഒന്നെടുത്ത് കഴിച്ചു. തൽക്കാലം ഒപ്പിച്ച് കുറച്ച് കഴിച്ചു. എനിക്കതാണ് പോകുന്നില്ല. അപ്പോൾ ഞാൻ ആളെ വിളിച്ചു, സപ്ലയർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പൊറാട്ട എന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ പറഞ്ഞു. അതിൽ 30 രൂപ കൊണ്ടുപോയിട്ട് വേറൊരു പൊറാട്ട കൊടുത്തു. അതിനും വലിയ മാറ്റമൊന്നുമില്ല, ഏകദേശം ഇതേപോലത്തെ. ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം ആവശ്യത്തിന് കുറച്ച് ലേശം കഴിച്ചാൽ ബാക്കിയോടെ വെച്ച് പിന്നെ എണീറ്റ് പോന്നു. ഫുള്ള് കഴിക്കാൻ കഴിഞ്ഞില്ല. ഫുള്ള് നല്ല വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. ചായ കുടിച്ച് ഞങ്ങൾ പോന്നു. ക്യാഷിൽ ഞാൻ കൊടുത്തപ്പോൾ അതിൽ 4 പൊറാട്ട ഞങ്ങൾ ഓർഡർ ചെയ്ത് പിന്നെ മാറ്റിക്കൊടുന്നൊരു പൊറാട്ട ഉണ്ടല്ലോ, അതിനും ബില്ലിട്ടിട്ടുണ്ട്. അങ്ങനെ 5 പൊറാട്ടന് ബില്ലിട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല. നമ്മളൊരു മാന്യത ഞാൻ എന്ത് ചെയ്തു, അതവിടെ ബില്ല് കൊടുത്തു, പൈസയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ പൊറാട്ടയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇല്ല, ഫ്രഷ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ചുടുന്നാളെന്ന് വിളിക്കുക. അങ്ങനെ അപ്പോൾ അയാൾ അങ്ങനെ അവിടെ വരുന്നുണ്ടായിരുന്നു. അയാൾ അവരോട് പറഞ്ഞു ഫ്രഷ് പൊറോട്ടയാണ്. ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറത്താണ് വരുന്നത്. മലപ്പുറംകാരെ നിങ്ങൾ പൊറാട്ട പഠിപ്പിച്ച് തരണ്ട, ഞങ്ങൾ പൊറാട്ട സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത് പഴയ പൊറാട്ടയാണെന്നും അത് നിങ്ങൾ ചൂടാക്കി എടുത്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഇതേമാതിരി പൊറാട്ടയൊക്കെ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് ചൂടാക്കി എനിക്ക് തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എനിക്കറിയാം. അപ്പോൾ അയാൾ അത് നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കയറുന്നത് 8 മണിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇതിലാറ് നേരത്തെ എപ്പോഴും പൊറോട്ട ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കി വെച്ചാണോ ചോദിച്ചാൽ. അപ്പോൾ ഇയാളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിന് ഓണറോടെ ഇരിക്കുന്നുണ്ട്, ഓണർ ലേഡിയാണ്. അവരോടും പറഞ്ഞു ഇത് ഞാനിപ്പോൾ ഇതിന് പിന്നാലെ പോകാൻ എനിക്ക് കഴിയാനിട്ടോ സമയമില്ലാഞ്ഞിട്ടോ അല്ല, പക്ഷെ ഞാൻ എൻ്റെ മാന്യതയാണ് ഇപ്പോൾ കാണിച്ചത്. പക്ഷെ ഒരു കാര്യം പറയാം, ഞാനിത് സ്ഥിരം പോണ ആളാണ്. ഇനി ഞാൻ കയറും, പൊറോട്ട കഴിക്കും. ഇതുപോലത്തെ ഒരു പൊറോട്ട നിങ്ങൾ ഇവിടെ എനിക്ക് രണ്ടാമത് തരികയാണെങ്കിൽ, ഇവിടെ വരുന്ന ആളുകൾ തരികയാണെങ്കിൽ അന്നത് പരാതിയാവും. ഈ സംഭവം തുടരാൻ നിൽക്കണ്ട, ഇത് നിങ്ങൾക്ക് പണി കിട്ടും, സ്ഥാപനം വെറുതെ അടച്ചു പൂട്ടേണ്ടി വരും. ഞാനല്ലെങ്കിൽ വേറെ ആളുകൾക്ക് പണി തരും. ഇങ്ങനത്തെ പൊറോട്ട കൊടുത്താൽ വേറെ ആളുകൾക്ക് പണി തരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പൊറോട്ട അത്ര സാധനം കൊടുക്കരുത്. പിന്നെ ഒന്നും മിണ്ടുന്നില്ല, അവർ ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ പൈസ കൊടുത്തിട്ട് ഞാൻ പോകും. നമ്മൾ രാവിലെ യാത്ര പോകുന്ന സമയത്ത് ഫുഡ് ഭയങ്കര വിഷയമാണ്. പ്രത്യേകിച്ച് വെജ് കിട്ടും, നോൺ വെജ് കിട്ടാൻ പണിയാണ്. പിന്നെ ഞാനിപ്പോൾ ഈ കടയുടെ പേര് പറയാത്തതുകൊണ്ട് അപ്പോൾ ചിലർ പറയും ബൈപ്പാസിൽ വേറെ കുറേ കടകളില്ലേ. ബൈപ്പാസിൽ കുറേ കടകളുണ്ട്, നല്ല കുറേ കടകളുണ്ട്. മസാലയുണ്ട്, പിന്നെ കുറേ നല്ല കടകളുണ്ട്. അതിഥി ഉണ്ട്, മസാലയ്ക്ക് നമ്മൾ സ്ഥിരം കയറുന്ന കടകളാണ്. പക്ഷെ പുലർച്ചെ രാവിലെ ഒരു 8 മണിൻ്റെ ഉള്ളിൽ കിട്ടണമെങ്കിൽ അവിടെ വേറെ കടകളില്ല. പോകുന്നവർക്കറിയാം, അവിടെ വളരെ ഈ ഒരു 1-2 കടകളേ ഉള്ളൂ, അവിടെ വേറെ കടകളില്ല രാവിലെ കിട്ടുന്നത്. അവിടെ എന്നല്ല, മിക്ക റൂട്ടിലും ഈ രാവിലെ പോകുമ്പോൾ നമുക്ക് പിന്നെ നോൺ വെജ് കിട്ടാൻ വലിയ പണിയാണ്. മീൻകറി കിട്ടാൻ വലിയ പ്രയാസ സമയത്തൊന്നും ആവില്ല. അപ്പം എനിക്ക് ഈ വിഷയത്തിൽ ഹോട്ടലുകാരോട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഹോട്ടൽ നടത്തുന്ന ആളുകളുണ്ട്, ഹോട്ടലുകാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, അത് കുക്കാവാം ഓണറാവാം, എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ വരുന്ന കസ്റ്റമേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ മോശക്കാരാണെന്ന് കരുതണ്ട, അവർക്ക് അറിയാത്തവരാണെന്ന് കരുതണ്ട. ഇത് എന്ത് ചെയ്യണം, എവിടെ പരാതി കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തവരല്ല ഈ വരുന്ന ഓരോ ആളുകളും അല്ല. നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊക്കെ ഇതല്ലോ എല്ലാവർക്കും അറിയാം, പക്ഷെ ചെയ്യാത്തതിൻ്റെ പല കാരണങ്ങളും. ഒരു കാരണം എന്ന് വെച്ചാൽ അതിന് പിന്നാലെ പോകാൻ സമയക്കുറവാണ്. രണ്ടാമത് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളിയാണ്. പക്ഷേ ഈ പോട്ടേന്ന് വിട്ട് കളയുന്നതും ഈ സമയക്കുറവും അതായത് പിന്നാലെ പോകാത്തതും നിങ്ങളൊരു വളമാക്കി വെച്ച് ഇങ്ങനെയുള്ള പൊറാട്ട ഇതുപോലെ സാധനങ്ങൾ ആളുകൾ കൊടുക്കാൻ നിൽക്കല്ലേ. ഇത് ഞാൻ ഈ കടയുടെ പേരോ
അല്ലെങ്കിൽ എന്തോ പറയാത്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ കാരണം എൻ്റെ ഒരു വീഡിയോ ആ കടക്കൊരു മോശം ഉണ്ടാവണ്ട. അവരത് നാളെ ഇപ്പം ഞാൻ അത്രയും അവരോട് പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് അവരോട് ഞാൻ പറഞ്ഞു. അവരത് പരിഹരിക്കുകയാണെങ്കിൽ ആ കട തുടർന്ന് അങ്ങനെ പോവും. അല്ല അവർ ഇന്ന് ചെയ്ത പോലെ ഇനിയും അത് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും എന്നറിയോ? ആ കട സ്വാഭാവികമായിട്ട് ആ കട ഇപ്പോൾ ആളുകൾ പൂട്ടിപ്പിക്കും, അല്ലെങ്കിൽ സർക്കാർ ആ കട പൂട്ടിപ്പിക്കും. ഇത് പരാതി വന്നാൽ ശരിക്കും സർക്കാർ കയറി ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ചെയ്യുന്നില്ല, അത് പോട്ടെ. ഇതുപോലെ കസ്റ്റമേഴ്സിന് ഇത്തരം പണികൾ ചെയ്താൽ നിങ്ങൾക്ക് പൊറാട്ട എന്ന് പറഞ്ഞാൽ പോരെ, ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനീ തലേന്നത്തെ പൊറാട്ട എടുത്ത് കൊടുത്ത് വെറുതെ പണി വാങ്ങണത്? നിങ്ങൾക്ക് പണി കിട്ടും, ഞങ്ങളെ വയറിന് പണി കിട്ടും, ഞങ്ങളുടെ ശരീരത്തിന് പണി കിട്ടും. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം പഴയ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ ഇരിക്കല്ലേ. അത് നിങ്ങളുടെ സ്ഥാപനത്തിനെ ബാധിക്കും. ഇത് ആ ഷോപ്പിലെ ആള് ഇത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളെയിൽ എത്തുകയാണെങ്കിൽ നിങ്ങളിത് ആവർത്തിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനല്ലെങ്കിൽ മറ്റൊരാളെ കയറുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പരാതി കൊടുക്കും. നല്ല ഭക്ഷണം നല്ല വിലക്ക് കൊടുത്തോളൂ, നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത വില കൊടുത്തോളൂ. നല്ല വില, ഒരു പൊറോട്ടയ്ക്ക് 20 റുപ്യകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, 5 പൊറോട്ടയ്ക്ക് 100 റുപ്യകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം ആണ് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ.